പേരറിയോ മക്കളെ നിങ്ങൾക്ക്? ഇല്ലമ്മേ. പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നുള്ള പരിചയമാണ്. ഇവിടെ വരുന്നവരോടെല്ലാം ഞങ്ങൾ നല്ല രീതിയിലേ പെരുമാറാറുള്ളൂ. അയാള് പക്ഷെ അത് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് തോന്നുന്നു. ശാലിനിയോട് അയാൾക്ക് പ്രേമമാണെന്ന്. അവളുടെ വിവാഹ നിശ്ചയം നടക്കുകയെന്ന് കരുതിയിട്ടാ ഇവിടെ കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്തൊക്കെയാ അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. സത്യമ്മയുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് അയാളാണെന്നാ ശാലിനിയോട് അയാള് പറഞ്ഞിട്ടുള്ളത്. അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത ഒരു അനാഥനാണത്രേ അയാൾ. അനാഥനോ? അതെ, അയാൾ ഒരു റബ്ബർ എസ്റ്റേറ്റിന്റെ മാനേജറും കൂടിയാ. ആ റബ്ബർ എസ്റ്റേറ്റിൽ ഞങ്ങൾ പോയിട്ടുമുണ്ട്. റബ്ബർ എസ്റ്റേറ്റ് മാനേജറോ? നോക്ക്, എന്റെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ചെയ്യുന്നത് എന്റെ മകനാ, ഇവളുടെ കൂടെപ്പിറപ്പ്. അയ്യോ, നിങ്ങളുടെ മകനല്ല സത്യാമ്മേവൻ, നിങ്ങളുടെ ജോലിക്കാരനാ. നിങ്ങളുടെ മകൾക്ക് അയാളെ അറിയാം. അതാ അവനെ അന്വേഷിച്ച് കുറച്ചു മുമ്പേ പ്രീതി ഇങ്ങോട്ട് ഫോൺ വിളിച്ചത്. നേരാണോടി ഇത്? അതെ. ആരാവൻ? എനിക്ക് കണ്ടാൽ അറിയാവുന്നേ ഉള്ളൂ അമ്മേ, പേരൊന്നും ഓർമ്മയില്ല. അപ്പോ നീ അവനെ അന്വേഷിക്കാൻ കാരണം? നമ്മുടെ വീട്ടില് AC കേടായപ്പോ നന്നാക്കാൻ വന്നത് അയാളായിരുന്നു. സംസാരിച്ച കൂട്ടത്തിൽ ഇതുപോലെ അനാഥരാണെന്നും കുടുംബശ്രീ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ വീണ്ടും AC-യുടെ കൂളിംഗ് കുറഞ്ഞു. അയാളുടെ നമ്പറൊന്നും എന്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇവിടെ വരുമ്പോ വിവരം പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അനാഥൻ, റബ്ബർ എസ്റ്റേറ്റ് മാനേജർ, AC റിപ്പയറിംഗുകാരൻ, സത്യഭാമയുടെ വീട്ടിലെ ജോലിക്കാരൻ. അവന് വേഷങ്ങൾ പലതാണല്ലോ. ഏതായാലും ഒന്നും ഉറപ്പിച്ചോളൂ ശാരദാമ്മേ, അവനെ ഇപ്പോ ഈ നിമിഷം ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങളുടെയും കല്യാണം മുടങ്ങി ഈ കുട്ടിയുടെയും കാല് പിടിപ്പിച്ചു മാപ്പ് പറയിപ്പിക്കാ വേണ്ടത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിച്ച് കാണിച്ചു കൊടുക്കണമെന്നർത്ഥം. ഈ മകളുടെ പ്രായത്തിൽ എനിക്കും ഒരു മകളുള്ളതാ. അത് മറക്കാൻ പാടില്ല ഞാൻ ഒരിക്കലും. സത്യാമ്മ ക്ഷമിക്കണം. ഒരമ്മയുടെ മനസ്സിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങളാ ഇന്നെന്റെ കൺമുന്നിൽ നടന്നത്. ഇനി ഈ മുറ്റത്തൊരു ചോദ്യം പറച്ചിലും വേണ്ട. നാടിനും നാട്ടുകാർക്കും മുന്നിൽ നാണം കെട്ട് കഴിഞ്ഞു ഇപ്പൊ തന്നെ. ഇനിയും ഈ വിഷയം കൂടുതൽ വലുതായാൽ തെറ്റ് അവന്റെ ഭാഗത്താണെങ്കിലും എന്റെ മകളെ കുറ്റം പറയാനാവും നാട്ടുകാർക്ക് ഉത്സാഹം. മനസ്സിലായി ശാരദാമ്മേ, തൽക്കാലം നിങ്ങൾ ഈ വിഷയം വിട്ടോളൂ. ഇനി ഇത് സത്യഭാമയുടെ വിഷയമാ. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സത്യഭാമയുടെ പേരില അവൻ വിലസുന്നത്. ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് എന്റെ മുൻപിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും അവന്. എന്റെ വാക്കാ ഇത്. തീരുമാനം. വാ പ്രീതി.
ഈശ്വര, അമ്മയാണല്ലോ. അമ്മയെല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ? അറിയാണെങ്കിൽ അറിയട്ടെ. ഹലോ മാം. നിനക്കൊരു റബ്ബർ എസ്റ്റേറ്റ് മാനേജറെ അറിയാമോ? നമ്മുടെ വീട്ടിൽ വന്നു പോകാറുള്ളവനാണത്രേ. വീട്ടിൽ AC നന്നാക്കാൻ വന്നു എന്നൊക്കെ പറയുന്നു. പ്രീതിക്കും കണ്ടാൽ അറിയാമെന്ന്. ഓർക്കുന്നുണ്ടോ നീ അതാരാണെന്ന്? അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ലമ്മേ. അതാരാണെങ്കിലും ശരി, ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് എന്റെ കാൽച്ചുവട്ടിൽ ഉണ്ടായിരിക്കണം അവൻ. അവൻ എന്താ ചെയ്തേന്നറിയോ നിനക്ക്? ശാരദയുടെ മകളുടെ കല്യാണം മുടക്കി. നിശ്ചയത്തിന് വന്ന ചെറുക്കന്റെ കവിള് തടിച്ചു. ഒരു പെൺകുട്ടിയെ നാട്ടുകാരുടെ മൊത്തം മുന്നിൽ വെച്ച് അപമാനിച്ചു. എല്ലാം നമ്മുടെ വീട്ടിലെ ജോലിക്കാരനാണെന്നുള്ള അഹങ്കാരം കൊണ്ട്. സത്യഭാമയുടെ പേര് പറഞ്ഞ അവനെ ആരും തൊടില്ലെന്നാണ് പറച്ചിൽ. ആ ധിക്കാരം ഇന്ന് അവസാനിക്കണം. കാരണം അവൻ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ ഉത്തരവാദി ഇനി ഞാനാകും. അതുകൊണ്ട് മേലിൽ സത്യഭാമ എന്നുള്ള പേരുച്ചരിക്കാൻ അവന്റെ നാവ് ഉയരരുത്. അതിനു വേണ്ടത് തികച്ചു കൊടുക്കണം നമുക്ക്. അതല്ല മാം. അപ്പൊ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. ഇന്നു വൈകുന്നേരത്തിനുള്ളിൽ അവൻ എനിക്ക് കിട്ടിയിരിക്കണം. ഞാൻ ഫോൺ വെക്കുക. ഇനി എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, അമ്മയോടെല്ലാം തുറന്നു പറയാം. ചെകിട്ടത്ത് രണ്ടെണ്ണം പൊട്ടിക്കാ വേണ്ടത്. ഏട്ടനായി പോയി. അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? ശാലിനിയുടെ കല്യാണം നിശ്ചയമാണെന്ന് കരുതി ഏട്ടൻ ചെയ്തു കൂട്ടിയത് എന്താണെന്ന് വല്ല ബോധമുണ്ടോ? ഞാൻ പിന്നെ എന്താണ് ചെയ്യണ്ടേ? ശാലിനിയുടെ കല്യാണം നിശ്ചയം പറഞ്ഞിട്ട് കൈ കിട്ടി നോക്കിക്കണോ? എന്റെ പൊന്നേട്ടാ, ഏട്ടൻ ഇനി കഥ അറിയാതെ കോമാണി ആവല്ലേ. അവിടെ നടന്നത് ശാലിനിയുടെ കല്യാണം നിശ്ചയമാണെന്ന് ഏട്ടനോട് ആരാ പറഞ്ഞത്? പിന്നെ ഏട്ടാ, അവിടെ നടന്നത് ശാരികയുടെ വിവാഹ നിശ്ചയ. അതാ ഏട്ട കൊളാക്കിയത്. ശാരികയുടെ? അതെ. എന്റെ ദൈവമേ. കാര്യം അറിയാതെ എടുത്തു ചാടിയിട്ട് എന്തെല്ലാം കുഴപ്പങ്ങളാ ഏട്ടൻ വരുത്തി വെച്ചിരിക്കുന്നത്. ശാരികയുടെ നിശ്ചയം മുടക്കി. നിശ്ചയമല്ല, കല്യാണം വരെ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ചെകിട്ട് തടി കൊണ്ട ആ ചെറുക്കൻ ഇനി ആ വഴി തിരിഞ്ഞു നോക്കുന്നു തോന്നുന്നുണ്ടോ? അവൻ തയ്യാറാണെങ്കിൽ തന്നെ അമ്മയും ബന്ധുക്കൾ സമ്മതിക്കും. ശാലിനിയായിട്ടുള്ള ബന്ധം ഏട്ടൻ അവിടെ വിളിച്ചു കൂവിയതല്ലേ. ഒരുമിച്ച് യാത്ര ചെയ്തെന്നും ഒരു രാത്രി ഒരുമിച്ചൊരു ഹോട്ടൽ മുറിയിൽ തങ്ങി നോക്കാൻ. അതിനിടയിൽ
ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. എന്ത് പ്രണയത്തിന്റെ കഥ പറഞ്ഞാലും വിവാഹത്തിന് മുൻപ് അന്യ പുരുഷന്റെ കൂടെ ഒരു മുറിയിൽ താമസിച്ചു എന്നൊക്കെ പറഞ്ഞ പെണ്ണിനെ മറ്റൊരു കണ്ണുകൊണ്ടേ മറ്റുള്ളവർ കാണൂ. എന്തിനാ മറ്റുള്ളവര്? സ്വന്തം അമ്മ പോലും സംശയിച്ചു. പിന്നെയാ ഒരാൺതുണി ഇല്ലാത്ത വീടാ അത്. ആ 4 പെണ്ണുങ്ങൾക്ക് ഇനി ആ നാട്ടുകാരുടെ മുന്നിലുള്ള വില എന്താണെന്ന് ഏട്ടനൊന്ന് ആലോചിച്ചു നോക്ക്. ഇതിനൊക്കെ പുറമെ അമ്മ ഇത് അറിയുമെന്ന് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതായി പോയല്ലോ ഏട്ടന്. എന്റെ ദൈവമേ, അല്ല നിന്നെ എന്തിനാ ശാരദാമ്മ വിളിച്ചത്? അവർക്ക് ഇവിടുന്ന നിന്റെ നമ്പർ? അത് അവരെന്നെ വിളിച്ചതല്ല, ഞാൻ ശാലിനിയുടെ ഫോണിൽ അങ്ങോട്ടാ വിളിച്ചത്. അത് അറ്റൻഡ് ചെയ്തത് ശാരദാമ്മയാ. ഏട്ടനെ എത്ര വട്ടം വിളിച്ചു ഞാൻ. ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാനുള്ള മര്യാദ പോലും കാണിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ കുഴപ്പങ്ങളെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ശാലിനിയുടെ കൂടെ ആയതുകൊണ്ടാ ഏട്ടൻ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതെന്ന് കരുതിയാ ഞാൻ അവളുടെ നമ്പറിൽ വിളിച്ചത്. അത് സുസ്മിത മറിഞ്ഞു നിന്ന് കേൾക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. അവളത് വിഷ്ണുവേട്ടനും ശാലിനിക്കെതിരെയുള്ള ഒരായുധമാക്കി. ശാരദാമ്മ എന്നെ ചീത്ത പറഞ്ഞു എന്നറിഞ്ഞ അമ്മ തീർച്ചയായും പോയി ചോദിക്കുമല്ലോ. അങ്ങനെ വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും ബന്ധം പൊളിക്കാനാ അവള് ലക്ഷ്യമിട്ടത്. എല്ലാത്തിനും വഴിമരുന്ന് ഇട്ടുകൊടുത്തത് ഏട്ടൻ തന്നെയാ. ആ രാജേശ്വരി പറഞ്ഞത് ശാലിനിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ചകൾ ഏതാണ്ട് അത് ശരിവെക്കുന്ന പോലെയായിരുന്നു. എന്റെ ഏട്ടൻ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. അവരെ വിശ്വസിക്കരുതെന്ന് അമ്മ അടക്കമുള്ളവരോട് ഏട്ടൻ തന്നെയല്ലേ പറയാറുള്ളത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആ രാജേശ്വരി എന്തെങ്കിലും ചെയ്യോ? അവര് കുളം കലക്കി മീൻ പിടിക്കാനാ ശ്രമിക്കുന്നതെന്ന് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ എന്റെ ഏട്ടന്. എന്തായാലും രാജേശ്വരി സുസ്മിതയെ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നു. കോളേജ് ലെക്ചററുമായുള്ള ശാരികയുടെ കല്യാണം മുടക്കണമെന്നും ശാരദാമ്മയും കുടുംബത്തെയും നാണം കെടുത്തണമെന്നും ആയിരുന്നു രാജേശ്വരിക്ക്. വിഷ്ണുവേട്ടനെ ശാലിനെ തമ്മിൽ അകറ്റണമെന്ന് സുസ്മിതയ്ക്കും. ഞാൻ പോയിട്ട് മാപ്പ് പറഞ്ഞാ മതിയോ? മാപ്പ് പറയാം, പക്ഷെ ആ കുടുംബത്തിന് അവിടുത്തെ പെൺകുട്ടികൾക്കും ഉണ്ടായ മാനനഷ്ടത്തിന് പകരം വെക്കാൻ എന്തായിട്ടും കൊടുക്ക. നിശ്ചയത്തിന് വന്ന് ആ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഓരോരുത്തരുടെയും വീടുകളിൽ പോയി വിശദീകരിച്ചു കൊടുക്കുവോ എന്താ സംഭവിച്ചെന്ന്? ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അവരത് വിശ്വസിക്കുവോ? ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടി നോക്കുമ്പോ പൊറുക്കാനാവാത്ത തെറ്റാ ഏട്ടൻ ചെയ്തത്. പെണ്ണിന്റെ പേരിൽ ഉണ്ടാവുന്ന കളങ്കം എരിഞ്ഞു തീരുന്നത് അവളുടെ ചിതയിൽ മാത്രമാ. ഞാനിപ്പോ എന്താ വേണ്ടേ? അമ്മയുടെ എല്ലാം തുറന്നു പറഞ്ഞാലോ? നേരത്തെ കാട്ടിയതുപോലെ എടുത്ത് ചാടല്ലേ ഏട്ടാ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, തിരുത്താൻ പറ്റില്ലല്ലോ. ഇനി എന്തെങ്കിലും ചെയ്യുന്നത് നന്നായി ആലോചിച്ചിട്ട് മതി. അമ്മ വിചാരിച്ചിരിക്കുന്നത് ഏതോ എസ്റ്റേറ്റ് മാനേജർ ശാരികയുടെ കല്യാണം മുടക്കിന്ന. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദാ വരുന്നു.
അമ്മേ എന്താ അമ്മേ? എന്താ അമ്മേ? എന്താ എന്താ കാര്യം പറയൂ. നമ്മുടെ ശാലിനി കുഞ്ഞേച്ചിക്ക് എന്ത് പറ്റി? അവളെന്തോ അവിവേകം കാണിച്ചു. എന്താ അവിവേകം? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കങ്ങനെ തോന്നി മോളെ. കൺമുന്നിൽ കാണുന്ന പോലെ വലിയൊരു സാഹസം. ഹോ എന്റെ അമ്മേ, ശാലിനി ചേച്ചി പറ്റിയ അമ്മ ഈ പറയുന്നേ. എന്ത് സംഭവിച്ചാലും ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ജീവിതത്തോട് പൊരുതാനും ജയിക്കാനുള്ള ശേഷിയും ശക്തിയും ഉണ്ട് ചേച്ചിക്ക്. എനിക്കുറപ്പാ. മോളെ, എനിക്കിപ്പോ കാണുന്ന എന്റെ കുഞ്ഞിനെ ഞാൻ അവളെ വഴക്ക് പറഞ്ഞു, അടിച്ചു, ഇറങ്ങി പോവാൻ പറഞ്ഞു. എനിക്ക് അവളെ കാണണം മോളെ, കണ്ടേ പറ്റൂ. പക്ഷേ രാത്രിയായില്ലേ അമ്മേ? ഇപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ നമുക്ക് അന്വേഷിക്കാം. ഒരു കുഴപ്പം ഉണ്ടാവില്ല നമ്മുടെ ശാലിനിക്ക്. അവൾക്കറിയാം അവളെ കാക്കാൻ. എന്നാലും എന്റെ മോള്, ഈശ്വര, നീ ഒരാളെ ഉള്ളൂ എന്റെ കുഞ്ഞിനെ കാക്കാൻ. അമ്മേ വലിയേച്ചി ഒന്നിങ്ങി വന്നേ. അമ്മയോട് പോയി കിടക്കാൻ പറ വലിയേച്ചി. രാത്രി മുഴുവനും മനസ്സ് വിഷമിപ്പിച്ച് ഇങ്ങനെ ഉറക്കളച്ചാ എന്തെങ്കിലും അസുഖം വന്ന് കിടപ്പിലായി പോവെന്ന് ഉറപ്പാ. അമ്മയോട് ഇപ്പൊ ഒന്നും പറയാൻ നിക്കണ്ട മോളെ. ശാലിനിയെ കാണും വരെ ആ പാവ ഇനി ഒരുപോലെ കണ്ണടക്കില്ല, ജലപാനം ഉണ്ടാവില്ല. ഏതായാലും നേരെ ഒന്ന് വിളിക്കട്ടെ. കുറുപ്പ് സാറിനെ കൂടെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ശാരദേ, ശാരദേ, അച്ഛന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. പോയി നോക്കാൻ ചേച്ചി, വാ. ശാരദ ഇല്ലേ അകത്ത്? ശാരദ ഇല്ലേ മക്കളെ അകത്ത്? ഉണ്ട്. അല്ല, വിളിക്കണമെന്നില്ല. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവിച്ചതിലൊക്കെ ഖേദവും ഉണ്ട്. എന്തൊക്കെയായാലും നിങ്ങളുടെ അച്ഛനല്ലേ ഞാൻ. ശാലിനി എങ്ങോട്ടാ പോയതെന്ന് നമ്മൾ അന്വേഷിക്കുന്നതിൽ നല്ലത് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കുന്നതാ. എത്രയായാലും അവരുടെ അന്വേഷണത്തോളം എത്തില്ലല്ലോ നമ്മുടേത്. നമുക്ക് നമ്മുടെ കുട്ടിയെ കണ്ടുകിട്ടണം. അതാണ് പ്രധാന ആവശ്യം. എന്താ, ശരിയല്ലേ?